അപ്പൊ ഹലോ ഗായ്സ്, ഇതാരെന്ന് മനസ്സിലായോ? റിയോ. അവിടെ ഇത് ഏത് റോഡെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? റിയോ പറഞ്ഞോടി, ഏത് റോഡെന്ന്? ഇത് നമ്മൾ പൊന്മുടി വിതുര റോഡാണ്. ഇപ്പം ഒരു 3:30 കാണും. ഓർണ വാച്ചാണ് ഗൈസ്, നോക്കണ്ട. ഓക്കെ, പിന്നെ നമ്മൾ 2 ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞായിരുന്നു. രാവിലെ വരുന്നില്ല. പിന്നെ നമ്മൾ ആകപ്പാടെ ഉച്ചയ്ക്ക് പ്ലാൻ ആക്കിയല്ലേ പിന്നെ ട്രിപ്പ്. സമയമില്ല. ഓക്കെ, ബൈ ബൈ. ഈ കാണുന്നതാണ് എക്കോ റിസ്ട്രക്ഷൻ സോൺ 2024-25. ഈ ഒരു ഏരിയ വരുന്നത് നമ്മൾ നേരെ ഇവിടെ പേപ്പർ ഡാമിൽ പോകുന്ന റൂട്ടിലാണ് ഇത് വരുന്നത്. അതായത് ഫുള്ള് പ്ലാന്റേഷനും ബാക്കി പ്ലാന്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഫുള്ള് പ്ലാന്റ്സും ബാക്കി കാര്യങ്ങൾ എല്ലാത്തിൻ്റെ സ്പീഷീസും ബാക്കി കാര്യങ്ങൾ തന്നിട്ടുള്ളത്. അതായത് ഇവിടെ വച്ചുപിടിപ്പിച്ചിട്ടുള്ള ചെടികളും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയണം. ഓക്കെ, ഈ ഒരു ഡിവിഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്, ആറനാട് പാലോട് സെക്ഷനിലാണ് ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. സോ ഇവിടെ മുമ്പ് മരങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ? ഇതൊക്കെ ഇപ്പം വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ നേരത്തെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പം ഈ ഒരു ചെറിയൊരു ആംബിയൻസിൽ ഇപ്പം വീണ്ടും വളർത്തിക്കൊണ്ട് പ്രകൃതിക്ക് ഒരു കൂട്ടായ്മ ആകുകയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അല്ലേ? അതെ അതെ, അതായത് ഫ്രഷ് എയറും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത് മാക്സിമം വെച്ച് പിടിപ്പിച്ചത്. നേരത്തുള്ളതെല്ലാം വെട്ടി കളഞ്ഞുകൊണ്ടോ എല്ലാം ഒടിഞ്ഞും ഇതൊക്കെയാണ്. ഗൈസ്, ഇത് അയ്യപ്പ ക്ഷേത്രമാണ്. ശ്രീ അയ്യപ്പ ക്ഷേത്രം ഇതിനകത്തുള്ളത്. ഗൈസ്, നമ്മളിവിടുത്തെ ലാസ്റ്റ് വണ്ടിയാണ് ഇതിനകത്ത് കയറുള്ള. ഗൈസ്, ഇവിടുത്തെ ടൈം കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് അവിടെ പാലത്തിലൊന്നും കയറാൻ പാടില്ല. ഐ മീൻ ഡാമുണ്ട് അവിടെ, കയറാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മളിപ്പോൾ വിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കയറുന്ന നോക്കല്ലേ അറിയുള്ളൂ. നമ്മൾ ഇതിനേക്കാളും പോയിട്ട് അവിടുത്തെ ഡാമിൽ പോലും കയറി വീഡിയോ എടുക്കുന്നത്. ആ ഗൈസ്, നമ്മളെ കണ്ട് അനുകരിക്കരുത് ഗൈസ്, നാശത്തിലോട്ടാണ് പോകുന്നത്. ഗൈസ്, ഇതാണ് പേപ്പറ ഡാമിൻ്റെ ടോപ്പ് പൊസിഷൻ കാണുന്നത്. ഫ്രണ്ട് ഏരിയ അല്ലേ, ഫ്രണ്ട് അപ്പുറത്ത്. ഇത് നമ്മൾ ഏറ്റവും മേളിൽ കൂടെ നടന്നൊക്കെ പോകാൻ പറ്റുന്ന സൈഡാണ്. പോകാൻ താഴോട്ടെ. പേപ്പറ ഡാം 1923 ഇന്ത്യൻ ഔദ്യോഗിക രഹസ്യങ്ങൾ പ്രകാരം ഈ പ്രദേശം നിരോധന മേഖലയാണ്. അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കരുത് എന്നാണ് ഈ ബോർഡിൽ പറയുന്നത്. സോ ഗൈസ്, മുമ്പ് ഈ ഭാഗത്തൂടെ നമ്മൾ നടന്നു പോയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇതാ കാണുന്ന മരങ്ങളുണ്ടോ, ആ മരങ്ങളൊക്കെ നമുക്ക് അവിടെയൊക്കെ നമ്മൾ പോയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ നിന്ന്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എൻട്രി ആണ് ഗായ്സ്. ഇപ്പോൾ പേപ്പറ ഡാമിലോട്ടൊന്നും എൻട്രി ഇല്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ഇതിന് കംപ്ലൈൻ്റ് ആയിരിക്കും. ഞാനും റിയോ കൂടെ ചാടിക്കയറാൻ നോക്കി, പിന്നെ വേണ്ടാന്ന് വെച്ചു, കാരണം ആരുമില്ല ഗായ്സ് ഇവിടെ. ഓക്കെ, അപ്പോൾ റിയോ എന്താണ് നമുക്കിന്ന് ഉള്ള എക്സ്പീരിയൻസ് പറയാനുള്ളത്? ഭയങ്കര ശോകമല്ലേ ഗായ്സ്? ആക്ച്വലി ഞങ്ങൾ വേറൊരു സ്ഥലം പ്ലാൻ ചെയ്താണ് വന്നത്, പക്ഷേ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയില്ല. സോ പെട്ടെന്നാണ് കൺവേർട്ട് ചെയ്ത് ഡൈവേർഷൻ ചെയ്ത് ഇങ്ങോട്ട് എത്തിയത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഓപ്പൺ ആണ്. മുമ്പ് ഇവിടെ ഫീസ് കൊടുത്താണ്, മീൻസ് ഒരു ഫീ കൊടുത്താണ് ഇതിനകത്ത് കയറുന്നത്. 25 റുപ്പീസ് വരുന്നത്. പക്ഷേ അന്ന് ഈ ഡാമിൽ നമുക്ക് കയറാൻ പറ്റും. ഇന്ന് ഡാമിൽ കയറാൻ പറ്റത്തോണ്ട് ഫ്രീ ഇല്ല, ഇതുവരെ ഫ്രീ ആണ്. മീൻസ് ഇതുവരെ നടന്നു വരാൻ പറ്റും. അതായത് ഈ ഒരു ഡാം ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറ്റി വിടത്തില്ല. എന്തെങ്കിലും സാങ്കേതിക തകരാറാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ വരാം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവനിങ് ടൈമിലൊക്കെ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലമായിരുന്നു. അതിന് കപ്പിൾസും ഉണ്ട്, പിന്നെ ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നതാണ്. പക്ഷെ നിലവിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ക്ലോസ് എന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കാം ഇവിടെ നിലവിൽ ആരെയും കാണാനില്ല. അപ്പോൾ ആരെങ്കിലും ഈ വരുന്നെങ്കിൽ, അതായത് ഇന്ന് ജൂൺ 3, 2025 ഈ ടൈമിൽ ഇങ്ങോട്ട് വരുന്ന ഈ ഡാം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ
ഈ ഒരു ടൈമിൽ ഇവിടെ ക്ലോസ് ആണ്. ഏകദേശം ഒരു 6 മാസം 5 മാസം ആവുന്നുണ്ട് ഇവിടുത്തെ ഇപ്പം അടച്ചിട്ടിട്ട്. കാര്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത്. അതായത് ഗൈസ് ഇപ്പോൾ എന്താണെങ്കിലും പേപ്പാറ ഡാമിലോട്ട് പോകരുത്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ 5 മാസം ആയിട്ട് ക്ലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ താഴെ എന്നാണ് അതിന് ഓപ്പൺ ആവണമെന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ. അപ്പോൾ ഗൈസ് ബൈ ബൈ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു പുതിയ സ്ഥലത്ത് വെച്ച് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ദിസ് ഇസ് ഓഗി ആൻഡ് ദിസ് ഇസ് റിയോ. ഓക്കെ ബൈ.